പാദങ്ങൾക്കു വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശുമിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്ത്വ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. ഡിസംബർ 15 മംഗളവാർത്ത കാലം 2-ാം വെള്ളി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയും കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 11 മുതൽ 15 വരെയും. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണം എന്നും ആഗ്രഹിക്കുന്നു. വെണ്ണിന്റെ പ്രഭയും പ്രഭാവവും എല്ലാം മാറ്റിവെച്ച് മണ്ണിന്റെ നിറവും മണവും തെരഞ്ഞെടുത്ത മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര രഹസ്യത്തെ ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണല്ലോ മംഗളവാർത്താ കാലം. ഈ കാലഘട്ടത്തിന്റെ ചൈതന്യത്തെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുകയാണ് തിരുസഭാ മാതാവ് ഇന്നത്തെ 2 വായനകളിലൂടെയും. തന്റെ ഭക്തരുടെ മേൽ തലമുറ തോറും കരുണ വർഷിക്കുന്ന തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഏറ്റുപറച്ചിലാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൽ കാണുന്ന പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. തന്നെ വിട്ടുപേക്ഷിച്ച് പടിയിറങ്ങിയവനെ അന്വേഷിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തമ്പുരാൻ കാണിച്ച കാരുണ്യ പ്രവൃത്തിയുടെ മഹാ ആഘോഷമാണ് ക്രിസ്തുമസ്. ഈ രക്ഷാകര പ്രവൃത്തിയിൽ സ്വർഗത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെക്കാൻ ഈശോയെ പ്രേരിപ്പിച്ചതും മനുഷ്യന്റെ പരിമിതികളിൽ ഒതുങ്ങാൻ ഈശോയെ നിർബന്ധിച്ചതും മനുഷ്യരോടുള്ള അവിടുത്തെ കാരുണ്യം ഒന്നു മാത്രമാണ്. ഈ കാരുണ്യത്തിന്റെ മഹാ ആഘോഷം നമ്മിലൂടെ ഇന്നും എന്നും തുടരണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹത്തിന്റെ വെളിപ്പെടുത്തൽ നാം ഇന്നത്തെ ലേഖന ഭാഗത്ത് കാണുന്നുണ്ട്. കുറവ് പരിഹരിക്കപ്പെടാൻ സമൃദ്ധി പങ്കുവെക്കപ്പെടണം. പാപം ക്ഷമിക്കപ്പെടാൻ തമ്പുരാൻ തന്റെ അനന്തകാരുണ്യം മനുഷ്യനായി വ്യവസ്ഥകളില്ലാതെ കുരിശിൽ പങ്കുവെച്ചതുപോലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നു, അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകണമെന്നും. അതേ തമ്പുരാന്റെ സമൃദ്ധിയിൽ നിന്ന് ആവോളം സ്വീകരിച്ച നമുക്ക് അവരുടെ കുറവ് പരിഹരിക്കപ്പെടാനായി ആ സമൃദ്ധിയിൽ നിന്ന് സ്നേഹത്തോടെ കാരുണ്യത്തോടെ പങ്കുവെക്കാം. അതുവഴി തലമുറ തോറും കരുണ വർഷിക്കാനുള്ള അവിടുത്തെ പദ്ധതിയിൽ നമുക്കും പങ്കാളികളാകാം. നാം എപ്പോഴെല്ലാം ഈ കാരുണ്യ പ്രവൃത്തികളിൽ തമ്പുരാനെ പ്രതി പങ്കുകാരാകുന്നുവോ അപ്പോഴൊക്കെ നാം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ക്രിസ്തുമസിന്റെ ഓർമ്മയാചരിക്കുകയും ആഘോഷിക്കുകയുമാണെന്ന് ബോധ്യപ്പെടാനുള്ള കൃപയ്ക്കായി നമുക്ക് തീക്ഷ്ണമായി ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.